കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ സംസ്ഥാനം ഉറ്റുനോക്കുന്നത് വോട്ടെണ്ണൽ ദിനത്തിലേക്കാണ്. എന്നാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് മുൻപേ ബൂത്ത് തല കണക്കുകളും താഴെത്തട്ടിലെ രാഷ്ട്രീയ വിശകലനങ്ങളും നിരത്തി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ പോരാളികൾ. പ്രത്യേകിച്ച് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ LDF സൈബർ കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ കേരളീയ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് LDFന്റെ 50 ഉറച്ച സീറ്റുകൾ എന്ന കണക്കാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 50 എണ്ണം ഇടതുപക്ഷത്തിന്റെ അജയമായ കോട്ടകളാണെന്നും അവിടെ അട്ടിമറികൾ അസാധ്യമാണെന്നുമാണ് ഇവരുടെ വാദം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിൽ ഈ സുരക്ഷിതമായ അടിത്തറ തങ്ങൾക്കുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 71 സീറ്റുകളാണ് ഭരണം പിടിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം. ഈ കണക്കിലേക്ക് എത്താൻ ഇടതുപക്ഷത്തിന് ആവശ്യമായത് ഈ 50 ഉറച്ച സീറ്റുകൾക്ക് പുറമെ ബാക്കിയുള്ള 90 മണ്ഡലങ്ങളിൽ നിന്നും വെറും 21 സീറ്റുകൾ മാത്രമാണ്. ഈ ലളിതമായ ഗണിതശാസ്ത്രമാണ് ഭരണ തുടർച്ച ഉറപ്പാണെന്ന വാദത്തിന് ആധാരമായി ഇടത് സൈബർ ലോകം പ്രചരിപ്പിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, നാദാപുരം, കൊയിലാണ്ടി, പൊന്നാനി, പത്തനാപുരം തുടങ്ങിയ ശക്തമായ ഇടതു സ്വാധീനമുള്ള മണ്ഡലങ്ങളോ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളോ ഈ സേഫ് 50 പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഇത് ഇടത് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. UDF ക്യാമ്പുകൾ ഒരു ഭരണമാറ്റം പ്രവചിക്കുമ്പോൾ അതിനെ കൃത്യമായ ഡേറ്റ അനാലിസിസ് കൊണ്ട് നേരിടാനാണ് CPM വൃന്ദങ്ങൾ ശ്രമിക്കുന്നത്. മറ്റൊരു വിശകലനം അനുസരിച്ച് 77 മണ്ഡലങ്ങളിൽ LDFന് വ്യക്തമായ വിജയസാധ്യതയുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ 41 സീറ്റുകളിൽ ഒതുങ്ങിയ UDFന് ഭരണത്തിൽ എത്തണമെങ്കിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റം ആവശ്യമാണ്. ഇടതുപക്ഷം ജയം ഉറപ്പിച്ചിരിക്കുന്ന 77 മണ്ഡലങ്ങളിൽ നിന്നും കുറഞ്ഞത് 30 എണ്ണമെങ്കിലും പിടിച്ചെടുത്താൽ മാത്രമേ UDFന് അധികാരത്തിലെത്താൻ സാധിക്കൂ. എന്നാൽ ഈ മണ്ഡലങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നതാണ് LDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. വോട്ടെടുപ്പിന് ശേഷം ഓരോ ബൂത്തിൽ നിന്നും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ കരുത്ത്. സംസ്ഥാനത്ത് എവിടെയും പ്രകടമായ ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ നിഴലിച്ചിട്ടില്ലെന്ന് ഇവർ നിരീക്ഷിക്കുന്നു. സാധാരണഗതിയിൽ സർക്കാരിനെതിരായ വികാരം ഉണ്ടാകുമ്പോൾ അത് വോട്ടിംഗ് ശതമാനത്തിലും പോളിംഗ് ബൂത്തുകളിലെ പ്രതികരണങ്ങളിലും പ്രകടമാകാറുണ്ട്. എന്നാൽ ഇത്തവണ ജനരോക്ഷ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറിയെന്നാണ് സൈബർ സഖാക്കളുടെ വാദം. അരുവിക്കര, നേമം, ഇരിഞ്ഞാലക്കുട തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് രീതികൾ പ്രത്യേകം വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്കൊപ്പം മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും നിർണായക മണ്ഡലങ്ങൾ ഇത്തവണയും ഇടത്തോട്ട് ചായുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. വടക്കൻ മലബാറിലെ ആധിപത്യം തുടരുന്നതിനൊപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ ശക്തമായ സാന്നിധ്യം ഭരണ തുടർച്ചയ്ക്ക് അടിത്തറയാകും. കേവലം വൈകാരികമായ അവകാശവാദങ്ങൾ എന്നതിലുപരി വോട്ട് വിഹിതവും മുൻ തിരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡുകളും പരിശോധിച്ചാണ് ഇത്തവണത്തെ സൈബർ പ്രചാരണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ എണ്ണവും പോൾ ചെയ്ത വോട്ടുകളുടെ ഏകദേശ കണക്കും നിരത്തിയാണ് വിജയ സമവാക്യങ്ങൾ ചമയ്ക്കുന്നത്. UDFന്റെ വിജയസാധ്യതകളെ അക്കങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുന്ന ഈ രീതി അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സ്വാധീനം LDFന് എത്രത്തോളം ഗുണകരമാകുമെന്നതും ചർച്ചാ വിഷയമാണ്. മലയോര മേഖലകളിലെ കർഷക വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഇടത് മുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടെന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുമെന്ന് ഇവർ കരുതുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അപ്രമാദിത്യം നിലനിർത്താൻ കഴിയുമെന്ന LDFന്റെ അവകാശവാദം കേവലം ഒരു തന്ത്രമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് വോട്ടെണ്ണൽ ദിനം വ്യക്തമാക്കും. എന്നിരുന്നാലും ബൂത്തിലെ കണക്കുകൾ നിരത്തി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ പ്രചാരണം വോട്ടർമാരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരേപോലെ ആകർഷിക്കുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടും വിവരശേഖരണത്തോടും കൂടിയാണ് ഇത്തവണത്തെ പോസ്റ്റ് പോളിംഗ് വിശകലനങ്ങൾ എന്നതിനാൽ തന്നെ ഫലപ്രഖ്യാപനം വരെ ഈ കണക്കുകളുടെ യുദ്ധം തുടരുമെന്നതും ഉറപ്പാണ്. ഈ കണക്കുകൾ യാഥാർത്ഥ്യമായാൽ കേരള രാഷ്ട്രീയത്തിൽ അത് പുതിയൊരു ചരിത്രമാകും. മാറി മാറി ഭരിക്കുന്ന രീതിക്ക് പകരം തുടർച്ചയായ ഭരണം എന്ന സിദ്ധാന്തം കേരളത്തിൽ വേരുറപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാകും അത്. മറിച്ചാണെങ്കിൽ ഈ സൈബർ കണക്കുകൾ കേവലം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രം മാത്രമായി അവശേഷിക്കും. ഏതായാലും കേരളം ഇപ്പോൾ ഒരു നിശബ്ദ വിപ്ലവത്തിന്റെയോ അത് ഉറച്ച നിലപാടിന്റെയോ ഫലത്തിനായി കാത്തിരിക്കുകയാണ്.